നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. പഴയ നോട്ടുകൾ പോയി പുതിയ നോട്ടുകൾ വന്നു. നാനോ ചിപ്പ് മുതൽ GPS വരെ പല കഥകളും കേട്ടു. എത്ര മികച്ചതാണ് പുതിയ നോട്ടുകൾ. കള്ളനോട്ടുകളെ തടയാൻ എന്ത് പുതിയ സംവിധാനമാണ് നമ്മുടെ നോട്ടുകളിൽ ഒരുക്കിയിരിക്കുന്നത്. IT വിദഗ്ധൻ ശ്രീ ജോസഫ് സി മാത്യു, മാനേജ്മെന്റ് വിദഗ്ധൻ പ്രവീൺ പരമേശ്വരൻ, BJP വക്താവ് ശ്രീ VV രാജേഷ്. സ്വാഗതം എല്ലാവർക്കും. പഴയ നോട്ട് നിരോധിച്ച് പുതിയ നോട്ട് ഇറക്കാൻ എത്രയാണ് ചിലവ്? സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമിയുടെ കണക്കനുസരിച്ച് 50 ദിവസത്തേക്ക് മാത്രമുള്ള ചിലവ് 1.28 ലക്ഷം കോടി രൂപയാണ്. ഇത്രയും ഭീമമായ പണം ചിലവാക്കി ഡിമോണിറ്റൈസേഷൻ നടപ്പാക്കുന്നത് തന്നെ കള്ളപ്പണത്തെയും കള്ളനോട്ടിനെയും തടയാനാണ്. നോട്ട് നിരോധനം കൊണ്ട് കള്ളപ്പണത്തെ തടയാമെന്നും പറ്റില്ലെന്നും തർക്കം തുടരുകയാണ്. പോട്ടെ, ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ചിട്ട് കള്ളനോട്ടിനെയെങ്കിലും തടയാൻ നമുക്കായോ? എത്ര ആധുനികമാണ് നമ്മുടെ പുതിയ നോട്ട്? ശ്രീ VV രാജേഷ്, ഇതൊരു അവസരമായിരുന്നു. അന്തർദേശീയ നിലവാരമുള്ള കള്ളനോട്ടുകളുടെ ഉൽപാദനം കഴിയുന്നത്ര കുറയ്ക്കുന്നതിന് ആവശ്യമായ തരത്തിലുള്ള നോട്ടുകളുടെ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തി പുതിയ നോട്ടുകൾ ഇറക്കാൻ. അത് കഴിഞ്ഞോ? നമുക്ക് അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. നമ്മൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്ന നോട്ടിന്റെ മിന്റിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, ഇങ്ക് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ത്രെഡിന്റെ കാര്യത്തിൽ തീർച്ചയായും കള്ളനോട്ടിന്റെ നിർമ്മാണം തടയാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നോക്കൂ. 2000 രൂപയുടെ ഒറിജിനൽ ബാങ്കുകളിൽ എത്തും മുൻപ് തന്നെ വ്യാജനിറങ്ങി. നവംബർ 12 തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫോട്ടോസ്റ്റാറ്റും പ്രിന്ററും വെച്ച് അച്ചടിച്ച കള്ളനോട്ട് ഇറങ്ങി. ഇത് ചിക്കമംഗളൂരിലെ APMC മാർക്കറ്റിൽ നിന്ന് 12-ാം തീയതി പിടിച്ച കള്ളനോട്ടാണ്. എന്നാൽ ഗാന്ധിജിയും വാട്ടർമാർക്കും സെക്യൂരിറ്റി ത്രെഡും ഒക്കെയുള്ള ഒറിജിനലിനെ വെല്ലുന്ന ഈ വ്യാജൻ ഗുജറാത്തിലെ ബൊഡക്ദേവിലുള്ള ഒരു പാൻ കടക്കാരനാണ് കിട്ടിയത്. നവംബർ 26-ന് 2.22 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളുമായി 8 പേർ ഹൈദരാബാദിൽ പിടിയിലായി. ഇപ്പോഴിതാ ഒരു MBA വിദ്യാർത്ഥിനിയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയും 42 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളുമായി മൊഹാലിയിൽ പിടിയിലായിരിക്കുന്നു. വെറും കളർ കോപ്പി മെഷീൻ മാത്രം ഉപയോഗിച്ച് ആണ് ആ നോട്ടുകൾ നിർമ്മിച്ചത്. അപ്പൊ അത്ര എളുപ്പം കള്ളനോട്ടുകൾ നിർമ്മിക്കാവുന്ന തരത്തിലുള്ള നോട്ടുകളാണ് നമ്മൾ ഈ ഇറക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള സൗകര്യം ഉണ്ടാണല്ലോ ഇത് കണ്ടുപിടിച്ചത്. അത് മുൻപൊക്കെ നമ്മുടെ 100-ന്റെ 1000-ന്റെ നോട്ട് അടിച്ചടിച്ചു കഴിഞ്ഞാൽ മെഷീനിലൂടെ മാത്രമേ ഒരു പരിധിവരെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതിന് സാധിക്കാത്ത തരത്തിലുള്ള കമ്പോണൻസിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കളർ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടെങ്കിൽ എളുപ്പം നിർമ്മിക്കാവുന്ന ഒരു തരം കളറാണ് അത്. അങ്ങനത്തെ ഒരു കളർ ആയിരുന്നില്ല നേരത്തെ നമുക്കുണ്ടായത്. അല്ലല്ല, അത് ഏത് കളറും അത്തരത്തിലുള്ള മെഷീൻ ഉണ്ടെങ്കിൽ നിർമ്മിക്കാവുന്നത്. തീർച്ചയായും. ശ്രീ ജോസഫ് സി മാത്യു, നമ്മൾ നേരത്തെ ഉടുപ്പിന്റെ പോക്കറ്റിലിട്ട് അറിയാതെ അലക്കി അത് കഴിഞ്ഞ് ഇസ്തിരിയിട്ട് പിന്നെ എടുത്തിട്ട് നോട്ടുകൾ ഉപയോഗിക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ ഈ നോട്ടുകൾ ഇറങ്ങിയതിനു ശേഷം പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അതിൽ ഒരെണ്ണം ഇങ്ങനെയാണ്. $2000 ക്യൂവിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് കിട്ടിയിട്ട് പിന്നെ നമ്മൾ ആരും ഇതൊന്നും വെള്ളത്തിലിട്ട് നോക്കിയിട്ടില്ല. ഇതിന്റെ ആധികാരികത നമുക്കറിയില്ല. പക്ഷെ അത്ര അഭിമാനപൂർവ്വം അവതരിപ്പിക്കാൻ കഴിയുന്നവയാണോ? നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ എല്ലാ കളറിനും ഇത് കാണും. എനിക്ക് പക്ഷേ ഇത് കാണുമ്പോൾ ഈ വളങ്കടിക്കുള്ള മരുന്നിന്റെ ഒരു കളർ പോലെ എനിക്ക് തോന്നി. ഇപ്പൊ റിസർവ് ബാങ്കിന്റെ ഗവർണർ തന്നെ പറയുന്നു, ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം സ്റ്റെപ്പാണ്. ഇങ്ങനെ കറൻസിയുടെ 86% റദ്ദാക്കി വീണ്ടും പ്രിന്റ് ചെയ്യുമ്പോൾ അതിനേതാണ്ട് ഒരു 12,000 കോടി രൂപയോളം പ്രിന്റിംഗ് കോസ്റ്റ് തന്നെ വരും എന്ന് പറയും. കള്ളനോട്ട് അടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയിലേക്ക് നമ്മുടെ കറൻസിയെ മാറ്റാനുള്ള സുവർണാവസരമായിരുന്നു അത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നാണ് നമ്മളെല്ലാം അല്ല, അത് ഓസ്ട്രേലിയ ഉൾപ്പെടെ പല രാജ്യങ്ങളും പോളിമർ കറൻസിയിലേക്ക് പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. അവരത് കൗണ്ടർഫീറ്റ് ചെയ്യാനേ കഴിയില്ല എന്നാണ് പറയുന്നത്. ഞാൻ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ പറയില്ല. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ കൊച്ചിയിൽ ഉൾപ്പെടെ 5 സ്ഥലങ്ങളിൽ RBI ഇത് പൈലറ്റ് ചെയ്തിട്ട് ഇത് നല്ല സാങ്കേതിക വിദ്യയാണെന്നും ഇത് ഉപയോഗിക്കണമെന്നും RBI കണ്ടെത്തിയിട്ടുമുണ്ട്. അങ്ങനെ ചെയ്യാം. പോളിമർ കറൻസി അങ്ങനെ ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരം ഇതായിരുന്നു. കാരണം നമ്മൾ റദ്ദാക്കി ഏതായാലും പ്രിന്റിങ്ങിന് പോവാം. അപ്പോ അത്തരത്തിൽ അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് 48,000 കോടി രൂപ അതിന്റെ പ്രിന്റിംഗ് കോസ്റ്റ് ആവും എന്നാണ് പറയുന്നത്. പക്ഷെ അത് വൺസ് ആൻഡ് ഫോർ ഓൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഇപ്പൊ ഏതായാലും 12,000 കോടി രൂപ ഇതിനുവേണ്ടി മുടക്കി കഴിഞ്ഞു. നാളെ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഈ ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് വീണ്ടും കള്ളനോട്ടുകൾ വ്യാപകമാകുന്നു. പ്രവീൺ, എങ്ങനെയാണ് ഈ പുറത്തു വരുന്ന കറൻസിയെ നമ്മൾ
വിലയിരുത്തേണ്ടത്? അതിന്റെ ക്വാളിറ്റി പ്രധാനമായിട്ടും 3 ഘടകങ്ങളിൽ അധിഷ്ഠിതമാണ്. ഒന്ന്, അതിന്റെ സെക്യൂരിറ്റി, എന്തുമാത്രം ആ കറൻസി സെക്യൂർ ആണ്. 2, അതിന്റെ ഡ്യൂറബിലിറ്റി. 3 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൺവീനിയൻസ്. 4 വേണമെങ്കിൽ നമുക്ക് ഈസ്തെറ്റിക്സിനെ എടുക്കാം. തൽക്കാലം നമുക്ക് ഈസ്തെറ്റിക്സിനെ മാറ്റിവെക്കാം. ഇതിൽ കൺവീനിയൻസും ഡ്യൂറബിലിറ്റിയും അവിടെ നിൽക്കട്ടെ. സെക്യൂരിറ്റിയാണ് 1ാമത്തെ ഘടകം. സെക്യൂരിറ്റി പ്രധാനമായും കണക്കാക്കപ്പെടുന്നത് 3 ഫാക്ടറുകൾ വെച്ചുകൊണ്ടാണ്. ഒന്ന്, നോട്ടിന്റെ ഫീല്. പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും ഫീലിൽ വന്നതായി എക്സ്പെർട്ടുകൾ പോലും പറയുന്നില്ല. ഇനി ലുക്കിലേക്ക് നോക്കിയാൽ, ഈ ബ്ലാക്ക് സ്ട്രിപ്പ് മാറ്റി വെച്ചാൽ മൈക്രോ ലെൻസ് വെച്ച് മാത്രം കാണാൻ കഴിയുന്ന രീതിയിലുള്ള എടുത്ത് പഴയതിനകത്തും ഉണ്ടായിരുന്നു. 2000 രൂപയുടെ നോട്ടുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഇങ്ങനെ ഒന്ന് ഗ്രിഡ് ലൈൻസ് ഇട്ടിട്ടൊന്ന് നോക്കുക. ഒരു തരത്തിലും അതിന്റെ പ്രിന്റ് അലൈൻ ചെയ്ത് വരുന്നില്ല. അപ്പൊ ഈ പ്രിന്റ് അലൈൻ ചെയ്ത് വരാത്തത് മനഃപൂർവ്വം ഉറക്കിയതാണെന്ന് പറയരുത്. കാരണം അതിന് യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയതയുമില്ല. അത് അലൈൻ ചെയ്ത് വരുന്നില്ല. ഫോണ്ടുകളുടെ എണ്ണം എടുക്കുക, വളരെ ഇറഗുലർ ആണ്. ഫ്രണ്ടിലും ബാക്കിലുമുള്ള ഫോണ്ടുകളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് എടുത്തു നോക്കാം. ഈ ഓവർലാപ്പിംഗ് ഒന്ന് നോക്കി, ഈ 2000ന്റെ നോട്ടിൽ കിടക്കുന്ന ഓവർലാപ്പിംഗ് നോക്കുക. ആ എഴുത്ത് എങ്ങനെ കളറിനുള്ളിൽ നിൽക്കുന്നു എന്നുള്ളത് പോട്ടെ. ആ ഗാന്ധിയുടെ കണ്ണാടിക്കുള്ളില് സ്വച്ഛ് ഭാരതിനെ നിർത്താൻ വേണ്ടിയിട്ട് അതിനെ വലിച്ചു നീട്ടുക എന്നുള്ള ഏറ്റവും ചെറിയ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന രീതിയിൽ അതിനെ സ്ട്രെച്ച് ചെയ്ത് അതിനകത്തേക്ക് സ്വച്ഛ് ഭാരതിനെ ഇടിച്ച് കയറ്റി നിർത്തുവാണ്. ഇതെങ്ങാനും കോൺഗ്രസ്സുകാർ ചെയ്തിരുന്നെങ്കിൽ അവർ ദേശവിരുദ്ധന്മാരാണ്, ഗാന്ധിയെ കളിയാക്കിയതാണ്, ഗാന്ധിജിയെ അവർ കൊണ്ടു നടന്നിട്ട് അവർ തന്നെ കളിയാക്കുകയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വന്നേനെ. ചുരുക്കി പറഞ്ഞാൽ മിനിമം ഡിസൈൻ സെൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും കാണാൻ കഴിയുന്ന തെറ്റുകൾ ഇതിനുള്ളിലുണ്ട്. നോക്ക്, ഇതാണ് പുതിയ 500 രൂപ നോട്ടുകൾ. ഇതിനകത്ത് 2 തരത്തിലാണ് ഈ നോട്ടുകൾ ഇരിക്കുന്നത്. ഇപ്പോൾ RBI പറഞ്ഞത് ഇതൊരു അബദ്ധം പറ്റിപ്പോയി എന്നാണ്. എന്തുകൊണ്ട് കുറച്ചുകൂടി സമയമെടുത്ത് വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള വലിയ പിഴവുകൾ, ഇത്ര വലിയ തിരക്ക് കാണിച്ചത് എന്തിനായിരുന്നു? അല്ല, ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. നവംബർ 8-ാം തീയതി നോട്ട് പിൻവലിക്കുക 500,000 എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഒരു പൊളിറ്റിക്കൽ ഡിസിഷനിലേക്ക് ഏതൊരു ഗവൺമെന്റ് വരുമ്പോഴും ഗവൺമെന്റിന് അതിന്റേതായ കാര്യങ്ങളുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് റെക്ടിഫൈ ചെയ്തിട്ടുമുണ്ട്. മുൻപ് റിസർവ് ബാങ്കിന് ഇത് മാത്രമല്ല, മുൻപ് സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും ധൃതി പിടിച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പറയുന്നതിന്റെ വേഗത കുറഞ്ഞുപോയി എന്നാണ് പലരും പറയുന്നത്. 500 രൂപ നോട്ട് പോലെ പെട്ടെന്ന് കൊണ്ടുവന്നതല്ല 2000. 6 മാസമായിട്ട് ഇത് പ്രിന്റ് തുടങ്ങി എന്നുള്ളത് ആ പ്രിന്റ് ചെയ്ത മൈസൂരിലെ പ്രസിന്റെ തൊഴിലാളികളുടെ നേതാവായ BJP-കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. 6 മാസം മുമ്പ് തുടങ്ങിയ പ്രിന്റിൽ ഊർജിത് പട്ടേൽ വന്നു എന്നുള്ളത് നിങ്ങൾക്കെതിരെ ഉയർന്ന ചോദ്യമാണ്. 6 മാസം മുമ്പ് പ്രിന്റ് തുടങ്ങിയെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. മിനിമം 3-4 മാസത്തെ പ്രിന്റിംഗ് കൊണ്ട് മാത്രമേ നമ്മുടെ ഓരോ ബാങ്കുകളിലും, ഇന്ത്യയിലെ മുഴുവൻ ബാങ്കുകളിലും എത്തിയ നോട്ടിന്റെ 2000 രൂപ നോട്ടിന്റെയോ ക്വാണ്ടിറ്റിയുടെ കണക്ക് നമ്മുടെ ഇല്ല. നമ്മളതെല്ലാം ഊഹിച്ചു പറയുക. അല്ല, ആവശ്യത്തിനുള്ള കറൻസി എല്ലാ ബാങ്കുകളിലും എത്തിച്ചു എന്ന് പലതവണ അവകാശപ്പെട്ടു. അങ്ങനെ എത്തിക്കാൻ കഴിയണമെങ്കിൽ, ഇത്രയും കറൻസികൾ എത്തിക്കാൻ കഴിയണമെങ്കിൽ ഓരോ ബാങ്കിൽ എത്ര എത്തിയെന്ന് നമുക്കറിയില്ല. ആവശ്യമുള്ള കറൻസി എന്ന് പറയുമ്പോൾ ലിമിറ്റേഷൻ വെച്ചിരുന്നു ഗവൺമെന്റ്. ഓരോ ദിവസവും ഈ നവംബർ 8-ന് മുൻപ് വിഡ്രോ ചെയ്യാൻ കണക്കിനുള്ള കറൻസി അല്ല, ആ സ്റ്റേജ് മാറി. അതിനുശേഷം ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് ആൾക്കാർക്ക് വിഡ്രോ ചെയ്യാനുള്ള ആ വിഡ്രോ ലിമിറ്റിനുള്ളിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന കറൻസി. ഇപ്പോ ഈ പറയുന്നതൊക്കെ രാജേഷ് പറയുന്നത് രാജേഷിനുള്ള സെൽഫ് ഗോൾ ആണ്. അതായത് ആവശ്യമുള്ള കറൻസി എത്തിക്കാതെ ആണ് നിങ്ങൾ ഇതൊക്കെ ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് വിഡ്രോ ചെയ്യാൻ ആവശ്യമായ കറൻസി. ഈ വിഡ്രോയൽ ലിമിറ്റ് ആര് സെറ്റ് ചെയ്തത്? ഗവൺമെന്റ് സെറ്റ് ചെയ്തു. അതെങ്ങനെ? ഞാൻ എന്റെ ഹാർഡ് ഏൺഡ് മണിയാണ്. അല്ല, ഓരോ ഒരു നിമിഷം ഒറ്റ നിമിഷം ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത് മാത്രമാണ്. അതായത് അതിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിൽ പുതുതായിട്ടില്ല എന്നുള്ളത് ഒരു പോയിന്റ് പറഞ്ഞു. രണ്ടാമത്തെ ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 500-ന്റേത് പോയിട്ട് 500-ൽ ഈ തെടുക്കപ്പെട്ട അടിച്ചൽ വന്ന വ്യത്യാസം പോയിട്ട് ഇത്ര മാസം മുമ്പ് തുടങ്ങിയ ഈ നോട്ടിന്റെ പ്രിന്റിംഗിൽ പോലും അപാകതകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രിന്റ് 8-ന് ശേഷം തുടങ്ങിയതാണെന്ന് പറയില്ലല്ലോ. നോട്ട് ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക അവസ്ഥയുടെ സിമ്പലാണ്. ആ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക രംഗത്തിന്റെ സിമ്പലിനെ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ഓരോ മനുഷ്യനും ഹാർഡ് ഏൺ ചെയ്ത് അവന്റെ കയ്യിലേക്ക് വരുന്ന അവൻ ചെയ്യുന്ന തൊഴിലിന്റെ വാല്യൂ ആണത്. ആ വാല്യൂ ആയ നോട്ട് കയ്യിലേക്ക് കിട്ടുമ്പോൾ അതിനൊരു ഗുണം അതിനുണ്ടാവണം. തീർച്ചയായും 2016 ഈ നോട്ട് മറ്റു നോട്ടുകൾക്കൊപ്പം വെക്കുമ്പോൾ, മറ്റു രാജ്യങ്ങളുടെ നോട്ടുകൾക്കൊപ്പം വെക്കുമ്പോൾ ആ നോട്ട് വൃത്തിയുള്ള നോട്ടാവണം. അത് ഈ തരത്തിലുള്ള പല മിസ്റ്റേക്കുകളും വരിക, പുതിയതായിട്ടൊരു ഫീച്ചറും ഇല്ലാതിരിക്കുക, ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ തന്നെ പറയുന്ന തരത്തിലാണെങ്കിൽ നവംബർ 8-ന് ഇത് പിൻവലിക്കാൻ നിങ്ങൾ രാഷ്ട്രീയമായി തീരുമാനിച്ചു. ശരി, നവംബർ 8 ഒരു ഡേറ്റ് തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ചുരുങ്ങിയത് എത്ര മാസം മുമ്പ് നിങ്ങൾ ഇത് ആലോചിച്ച് എത്ര സമയം കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യേണ്ടതായിരുന്നു? എന്തുകൊണ്ട് അത് ചെയ്തില്ല? 6 മാസം മുമ്പ് തന്നെ തുടങ്ങി
എന്നൊക്കെ പ്രവീൺ പറഞ്ഞ്, അതായത് അല്ല നമ്മളൊന്നും പറയുന്നില്ല, നമ്മളൊന്നും പറയുന്നില്ല. എത്ര മാസം മുമ്പ് തുടങ്ങണം? അല്ല, 6 മാസം മുമ്പ് തുടങ്ങി എന്നുള്ള വ്യാഖ്യാനം കൊടുത്തപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. അല്ല, ഞാൻ രാജേഷിനോട് ചോദിക്കുന്നത് എത്ര മാസം മുമ്പ് നമ്മൾ തുടങ്ങണമായിരുന്നു ഇതിന്റെ ഗൃഹപാഠങ്ങൾ? ഗവൺമെന്റ് ആവശ്യമായ സമയമെടുത്തുള്ള മുൻകരുതലുകൾ നടത്തി തന്നെയാണ് ഇക്കാര്യങ്ങൾ ചെയ്തത്. അത്രയും പണിയെടുത്ത് ചെയ്ത റിസൾട്ടാണ് ഈ 2000 രൂപയും. ഗൃഹപാഠം ആരാണ് ചെയ്യേണ്ടത് എന്നുള്ളതും സുപ്രധാനമാണ്. ഗൃഹപാഠം ചെയ്യേണ്ടത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സാണ്. ഇനി രാജേഷ് പറയട്ടെ, അവരെത്ര നാൾ ഈ ധനമന്ത്രി തന്നെ ഇത് അറിഞ്ഞിരുന്നോ എന്ന്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അറിഞ്ഞിരുന്നില്ലെന്നുള്ളത് വ്യക്തമല്ല. അല്ലല്ല, അക്കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ അറിവില്ലാത്ത നമ്മളെല്ലാം തന്നെ ഊഹിച്ച് പറയുന്നത്. പല കാര്യങ്ങളും നമ്മൾ ഭാവനയിൽ കണ്ടുകൊണ്ട് അതിനെ പർവ്വതീകരിക്കുകയാണ് ചെയ്യുന്നത്. ഗവൺമെന്റ് അവകാശപ്പെടാത്ത പുതിയ കാര്യങ്ങളെല്ലാം ഉണ്ടാകണമെന്ന് നമ്മൾ എന്തിനു ആഗ്രഹിക്കുന്നു? എന്നിട്ട് നമ്മൾ പറയുന്നു ഇല്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. അല്ല, നമ്മളല്ല പറയുന്നത് ഇത് കള്ളപ്പണത്തെയും കള്ളനോട്ടിനെയും തടയാനാണെന്ന് ഞങ്ങളാരും അല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വലിയ പ്രോസസിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് പുതിയ ടെക്നോളജിയിലേക്ക് പോയില്ല, അങ്ങനെ പുതിയ തരം നോട്ടിലേക്ക് പോയില്ല? അതിനുള്ളൊരു നല്ല അവസരമാണ് നമുക്ക് കിട്ടിയത്. ചോദ്യം, ആ ചോദ്യം എന്തുകൊണ്ട് അതിലേക്ക് പോകാൻ സാധിച്ചില്ല എന്നുള്ള ചോദ്യം RBI പറയേണ്ടതാണ്. പോളിമർ കറൻസി ചെയ്യാൻ വേണ്ടി, പ്രിന്റ് ചെയ്യാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ ഗവൺമെന്റോ തീരുമാനിച്ചിരുന്നോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെ തീരുമാനിച്ചിരുന്നില്ല എന്നാണ് ഉത്തരവെങ്കിൽ പിന്നെ നമ്മളെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് തീരുമാനിച്ചുകൂടാ? അല്ല, അത് RBI പറയേണ്ടത്. പക്ഷെ അത് പൈലറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട്സ് എടുത്ത് നോക്കിയാൽ അറിയാം. RBI ഫൗണ്ട് ഇറ്റ് ടു ബി ഗുഡ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് തള്ളിക്കളയണം എന്നേക്കോ. അല്ല, പൈലറ്റ് രണ്ടാമത്തെ കാര്യം, ഇന്നത് വേണമെന്ന് ഞാൻ പറയല്ല. കള്ളനോട്ടിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഇത്ര വലിയൊരു തിക്താനുഭവം ഞങ്ങളുടെ മേളിലോട്ട് അടിച്ചേൽപ്പിച്ചത്. എന്നിട്ട് ഇത് നാളെ കള്ളനോട്ട് വരാതിരിക്കാൻ വേണ്ടി എന്ത് നടപടിയാ സ്വീകരിച്ചതെന്ന് ജനം ചോദിക്കുക സ്വാഭാവികമല്ലേ? 2 തരത്തിലുള്ള 500 രൂപ നോട്ടുകൾ ഇറക്കുമ്പോൾ ഇതിനകത്ത് അതിൽ വേറെ ഒന്ന് കാണുമ്പോൾ ഇത് തമ്മിൽ മാച്ച് ചെയ്യുന്നില്ലെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് RBI വരുത്തിയ മിസ്റ്റേക്ക് ആണോ, ഇത് കള്ളനോട്ട് അടിച്ചാൽ വരുത്തിയ മിസ്റ്റേക്ക് ആണോ, ഇത് എങ്ങനെ ഗണിച്ചറിയുന്നത്? ഞാൻ ചോദിക്കട്ടെ, അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണല്ലോ ശ്രീകല നേരത്തെ പറഞ്ഞ സ്ഥലത്ത് കള്ളനോട്ട് കൈയോടനെ പിടിച്ചത്. ബംഗ്ലാദേശ് അതിർത്തിയിൽ കഴിഞ്ഞ വർഷത്തിൽ മാത്രം പിടിച്ചത് 2 കോടിയിലധികം രൂപയുടെ ഫേക്ക് കറൻസിയാണ്. അപ്പോ ആ നോട്ടിൽ പിടിക്കാൻ സാഹചര്യം ഉള്ളതുകൊണ്ടാണല്ലോ പിടിച്ചത്. അപ്പൊ ഈ ന്യായം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതും അവിടെ വാലിഡ് അല്ലേ? അപ്പൊ കള്ള നോട്ടുകൾ തടയാൻ വേണ്ടിയിട്ടും കള്ളപ്പണം തടയാൻ വേണ്ടിയിട്ടുമാണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കറിയില്ല ഇതെന്തിനാണ് കൊണ്ടുവന്നത്, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കാം എന്നല്ലേ ഇവര് പറയേണ്ടത്? നരേന്ദ്രമോദി കൊണ്ടുവന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഇങ്ങനെ വിശദീകരിക്കാനും നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനും വിധിക്കപ്പെട്ടു പോയ വളരെ തെറ്റായ അനവസരത്തിൽ ഒക്കെ എടുത്തു പോയ തീരുമാനം. അങ്ങനെയല്ല, കൺവിൻസ്ഡ് ആണ്, ഞങ്ങൾ കൺവിൻസ്ഡ് ആണ്. മുൻപുണ്ടായിരുന്ന നോട്ടുകൾക്കും ഇപ്പോൾ ഉള്ള നോട്ടുകൾക്കും ഒരേ തരത്തിലുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ്. നിറത്തിലും വലിപ്പത്തിലും വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഒരു സുപ്രഭാതത്തിൽ ആ നോട്ടുകൾ ഇല്ലാതായത്? അല്ല ശ്രീകല, മെറ്റീരിയൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, മെറ്റീരിയൽ പർച്ചേസ് ചെയ്തതിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്ന് അതാണ് ഇവര് സട്ടിലായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. പാകിസ്ഥാനിൽ കിട്ടാത്ത ഏതോ പേപ്പർ ഉപയോഗിച്ചാണ് ഇത് അടിച്ചിരിക്കുന്നതെന്നാണ് ആദ്യം രാജേഷ് സട്ടിലായിട്ട് ഒന്ന് പറഞ്ഞു പോയി. ഇവർ വെച്ചിരിക്കുന്ന ബോർഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനും കള്ളപ്പണത്തിനും എതിരെയുള്ള പോരാട്ടത്തിനാണ് പ്രധാനമന്ത്രിയെ അഭിനന്ദനം. വ്യത്യാസം തിരിച്ചറിയാനുള്ള മെറ്റീരിയൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് ഗവൺമെന്റ് സമ്മതിച്ചിട്ടുണ്ട്, RBI സമ്മതിച്ചിട്ടുണ്ട്. അത് മാത്രമേ ആധികാരികമായി എനിക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തരത്തിലുള്ള നാടകീയമായ ഒരു സംവിധാനങ്ങളും നോട്ടില്ല. അത് പ്രചരിപ്പിക്കുന്നവർ മാത്രം തന്നെയാണ് അതിന്റെ ഉത്തരവാദി. ഇനി അല്ല അപ്പൊ ഇത് പറഞ്ഞു നിൽക്കുമ്പോഴാണ് എന്റെ ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ പഴയ നോട്ട് പിൻവലിച്ചത്? ഇപ്പോ ജാർഖണ്ഡിൽ നിന്ന് വരുന്ന വാർത്ത 7500 കോടി രൂപ അവിടത്തെ മാവോവാദികളുടെ കീഴിൽ, നക്സലൈറ്റുകളുടെ കീഴിൽ, വനാന്തരങ്ങളിൽ, ഞാൻ പറയട്ടെ, മാതൃഭൂമി പോലെ ആധികാരികമായിട്ടുള്ള ഏജൻസികളാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് ആ നോട്ട് മാറാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പൊ രാജേഷ് പറഞ്ഞത് കള്ളപ്പണമാണ്, രണ്ടും വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കള്ളനോട്ടിനെ കുറിച്ചാണ്. കള്ളനോട്ട് തടയുന്നതിന് വേണ്ടി എന്ത് പുതിയ ഫീച്ചറാണ് ഇതിലുള്ളത്? ഇല്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനിത് എന്നാണ് ചോദ്യം. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കള്ളനോട്ട് ഇന്ത്യയിൽ പുറത്ത് പ്രിന്റ് ചെയ്ത് രാജ്യത്തിനകത്ത് എത്തിക്കാനായാലും മാൾഡ വഴി നമ്മുടെ രാഷ്ട്രത്തിനകത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ നോട്ടുകൾ വീണ്ടും സമയം കൊടുത്ത് ഇവിടെ മാറാൻ അവസ്ഥ കൊടുത്താൽ നമ്മുടെ സാമ്പത്തിക ഘടനയ്ക്ക് വളരെ വലിയ ദോഷമുണ്ടാകും. അതോടൊപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനം, ഇതുപോലുള്ള പല കാര്യങ്ങളും വ്യാപകമാകും. ആ നോട്ട് മാറിക്കഴിഞ്ഞോടെ ആ സാധ്യതകളെല്ലാം തന്നെ അടഞ്ഞു. ആരാണ് ഈ വിവരം പറഞ്ഞത്? സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് മാധ്യമ വാർത്തകൾ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കൂ. ഫൈനാൻസ് മിനിസ്റ്റർ പാർലമെന്റിൽ കൊടുത്തതാണ് ആധികാരികമായിട്ട് നമുക്ക് വിശ്വസിക്കാവുന്ന ഡാറ്റ. അത് 400 കോടി രൂപയുടെ നേരത്തെയുള്ള കാര്യം പറയുന്നത്.
അതിനുശേഷമുള്ള ഒരു അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അത് പറയേണ്ടതാണ്. ഗവൺമെന്റ് നാളെ വീണ്ടും മാൾട്ട വഴിയോ മൗറീഷ്യസ് വഴിയോ വരുന്നതിനെ തടയാനുള്ള സ്റ്റെപ്പ് എടുക്കേണ്ട സമയമായിരുന്നു ഇത്. അത്തരത്തിൽ വലിയ വില രാജ്യത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് പാവപ്പെട്ടവർ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും മാൾട്ട വഴി വന്നാൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് ഈ സോഴ്സുകളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് അത് പരമാവധി തടയാനുള്ള മാർഗങ്ങൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ്, ഇപ്പൊ അദ്ദേഹത്തിനൊക്കെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരിക്കും, പക്ഷെ അതിന്റെ ഭാഗമായിട്ടാണ് പരമാവധി ട്രാൻസാക്ഷൻ മെയിലിൽ അക്കൗണ്ട് വഴി ആക്കണം എന്നുള്ള നിലയിലേക്ക്, പരമാവധി ആൾക്കാരെ ഗ്രാമപ്രദേശത്തുൾപ്പെടെ അതിന് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള നിലയിൽ അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ ആക്കാനാണെങ്കിൽ എന്തിനാണ് 2000 രൂപയുടെ പുതിയ നോട്ട് ഇറക്കുന്നത്? 2000 രൂപയുടെ നോട്ട് ഇറക്കിയതിന്റേതായ കാരണം റിസർവ് ബാങ്ക് വിശദീകരിക്കേണ്ടതാണ്. ഗവൺമെന്റ് നോട്ട് ഇറക്കിയതിന്റെ പിന്നിൽ ഇപ്പൊ 1000 രൂപയുടെ നോട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നു. 1000 രൂപയുടെ നോട്ട് ഹാൻഡിൽ ചെയ്തപ്പോൾ ആ നോട്ട് പെട്ടെന്ന് തന്നെ വിഡ്രോ ആയ സ്ഥിതിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി റിസർവ് ബാങ്ക് കണ്ടെത്തിയ ഒരു മാർഗമാണത്. അതിലൊക്കെ നമ്മളിപ്പോ ഓരോ കാര്യങ്ങളിലും സംശയം പ്രകടിപ്പിച്ചാൽ 1000 രൂപയുടെ റിസർവ് ബാങ്ക് അടിച്ചിറക്കുന്ന കള്ളവോട്ടൊന്നും അല്ലല്ലോ. 2000 രൂപയുടെ നോട്ട്, അല്ല സോറി 2000 രൂപയുടെ നോട്ട് എന്തിനടിച്ചിറക്കി? സ്ത്രീകളെ കള്ളനോട്ട് പ്രിന്റ് ചെയ്ത് അല്ല, നിങ്ങൾ തന്നെ പറയുന്നത് നമ്മൾ ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് പോവാണ്. ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ചെറിയ ഡിനോമിനേഷനുള്ള നോട്ടുകൾ നിർത്തിക്കൊണ്ട് വലുത് പിൻവലിക്കുക എന്നാണ് കേട്ടിട്ടുള്ളത്. തിരിച്ച് 1-2 ദിവസം കൊണ്ട് പോകാൻ സാധിക്കില്ല. ഒരു സ്ലോ പ്രോസസ്സിലൂടെ സാധിക്കുള്ളൂ. നാളെ POS മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി രാജ്യത്തെ എല്ലാവരെയും പഠിപ്പിക്കാൻ സാധിക്കില്ല. അതൊരു സ്ലോ പ്രോസസ്സിലൂടെ. പക്ഷെ നമ്മളിപ്പോ ആ ഒരു അതുവരെയുള്ള ഈ കാലം ഈ ക്യാഷ് വെച്ച് മാത്രം ജീവിക്കുന്ന ജനം എന്ത് ചെയ്യണം? ഓട്ടോറിക്ഷ തൊഴിലാളി, ഓട്ടോറിക്ഷ ഓടുന്നുണ്ടല്ലോ, ഞാനും ഓട്ടോറിക്ഷയിൽ. ഒരു ട്രെയിൻ അപകടത്തിൽ മരിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ, അവിടുത്തെ ട്രെയിൻ അപകടത്തിൽ മരിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ ഡിമോണിറ്റൈസേഷന്റെ ഫലമായി മരിച്ചു എന്നുള്ളത് ഔദ്യോഗിക റിപ്പോർട്ടുകളാണ്. ഒരു ട്രെയിൻ അപകടത്തിന്റെ പേരിൽ കേന്ദ്രമന്ത്രിമാർ രാജിവെച്ച രാജ്യമാണിത്. പ്രധാനമന്ത്രി രാജിവെക്കേണ്ട സമയം. ഞാൻ ചോദിക്കട്ടെ, ഡിമോണിറ്റൈസേഷനിൽ മരിച്ചവരുടെ കണക്കെടുക്കുന്നവർ ഈ രാജ്യത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കണക്കിൽ സിഖ് കൂട്ടക്കൊലയുടെ കണക്കെടുക്കാത്തത്? അല്ല, സിഖ് കൂട്ടക്കൊല പോലൊരു കൂട്ടക്കൊലയാണ്, ഇതൊന്ന് സമ്മതിച്ചാൽ മതി. വേറെ ഒന്നും വേണ്ട. ഞാൻ പറയട്ടെ, ഇവിടെ കണ്ണൂരിൽ ഒരാൾ ബാങ്കിൽ നിന്ന് നോട്ടെടുക്കാൻ പോയിട്ട് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വിഷയം അന്വേഷിച്ചപ്പോഴേക്കും ഇദ്ദേഹം പോയിരുന്നു എന്നുള്ള കാര്യം വാസ്തവമാണ്. പക്ഷേ ഇദ്ദേഹം അതിന്റെ 3ാമത്തെ നിലയിൽ കയറിയിരുന്നു, ഉറങ്ങി താഴെ കൊണ്ടുപോയി. മറ്റൊരു സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. പിറ്റേ ദിവസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇറക്കി, ഞങ്ങൾക്ക് അവിടെ ATM കൗണ്ടറില്ല. ബാക്കി ഈ ക്യൂവിൽ നിൽക്കുന്ന മനുഷ്യരൊക്കെയോ? റേഷൻ കാർഡിന് വേണ്ടി ക്യൂ നിന്ന മനുഷ്യരോ? റിപ്പോർട്ടില്ല. അവർ മരിക്കാത്തതാണ് പ്രശ്നം. ഇപ്പം അവർ മരിച്ചില്ലെന്നുള്ളതാണ് കണ്ടത്.